നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയാൽ അതിലെന്തെങ്കിലുമൊക്കെ കുറച്ച് മിച്ചം വരുമല്ലോ. മിച്ചം വരുന്ന സാധനങ്ങൾ ഞാനൊന്നും കളയാറില്ല. എല്ലാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് അത് നാസ്തയായിട്ടോ വേറെ ചെറിയ കടിയായിട്ടോ ഒക്കെ ഉണ്ടാക്കി അതിനെ യൂസ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇന്നലെ ഞാൻ ഇച്ചിരി ചോറ് വെച്ചു. അതിൽ ഇത്രയും ചോറ് ബാക്കി വന്നു. അതിനകത്ത് ഞാൻ ഇച്ചിരി മുളക് പൊടി, ഉപ്പുപൊടി, മാഗി മസാലയും കൂടെ ഇട്ടു നല്ലവണ്ണം മസാല തയ്യാറാക്കി. മസാല തയ്യാറാക്കി കഴിഞ്ഞ് നമ്മുടെ ചപ്പാത്തിക്ക് എടുക്കുന്നത് പോലെ ഒരു ഉരുള എടുത്തു. അതിനെ പരത്തി ആ ചോറ് അതിനകത്ത് വെച്ചു. നല്ലവണ്ണം പാക്ക് ചെയ്തു നമ്മുടെ കൊഴുക്കട്ട കൂട്ടാക്കിയിട്ട് അതിനെ പിന്നെയും പരത്തിയെടുത്തു. പരത്തിയെടുത്ത് കഴിഞ്ഞ് നമ്മുടെ നോൺ സ്റ്റിക്ക് തവയിൽ അത് ചെറിയതായിട്ട് എണ്ണ ഒഴിച്ച്, എണ്ണ ആദ്യം ഒഴിക്കില്ല, ആദ്യം ഇതിനെ ഒന്ന് ഫ്രൈ ആകാൻ വെക്കുക. അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് ഒന്ന് ഇച്ചിരി ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണ പുരട്ടുക. അല്ലെങ്കിൽ എണ്ണ പുരട്ടിയാൽ ഒരുപാട് എണ്ണ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ട്രൈ ആയിട്ട്, ഞാൻ ഇച്ചിരി അരിപ്പത്തിയാണ്, അത് കാരണം എണ്ണ കുറച്ചിട്ടേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. നിങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എണ്ണ ഒരുപാട് ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരിച്ചേ എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. ഫ്രൈ പാനിൽ വെച്ച് നമുക്കിത് നല്ലതായിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇത് നമുക്ക് തൈരിൻ്റെ കൂട്ടത്തിലോ ചട്നിയുടെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റും. പക്ഷേ ഇതിന് സബ്ജിയുടെ ആവശ്യം ഒന്നും വേണ്ടി വരില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ബുദ്ധിമുട്ടുന്നതൊക്കെ ഇങ്ങനത്തെ ചുട്പുട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കാറുണ്ട്. വേറെയും സാധനങ്ങളൊക്കെ ബാക്കി വരുന്നതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാറുണ്ട്. അത് ആഹാരം സാധനങ്ങൾ ഞാൻ വേസ്റ്റ് ആക്കുന്നത് എനിക്കിഷ്ടമല്ല. വേസ്റ്റ് ആക്കാനും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു 10-15 പൊറോട്ട ഞാനിത് കൊണ്ടുണ്ടാക്കി.